രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ അന്വേഷണ സംഘം പ്രതിസന്ധിയിലാണ് എന്ന് വാർത്ത. സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ നിയമോപദേശം തേടാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഇരകൾ നേരിട്ട് പരാതി നൽകാത്തതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് ചെന്ന് രേഖപ്പെടുത്തുന്ന മൊഴികളിൽ ശക്തമായ തെളിവ് ലഭിച്ചാലേ അന്വേഷണം മുന്നോട്ട് നീക്കാൻ കഴിയൂ. മനീഷ് മൊഹിബാൽ തിരുവനന്തപുരത്ത് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോയുടെ മൊഴി നിലവിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ഇരകളാക്കപ്പെട്ട ആളുകൾ പരാതി നൽകിയിട്ടില്ല. 13 പരാതികൾ നൽകിയിട്ടുള്ളത് പുറമെ നിന്ന ആളുകളാണ്. അതിൽ 10 പരാതികളും DGPക്ക് ഇമെയിൽ മുഖേന ലഭിച്ചവയാണ്. പക്ഷേ നേരിട്ട് ഈ സ്ത്രീകൾ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മൊഴിയെടുക്കുന്നതിൽ ഇവർ മൊഴിയെടുക്കാൻ കൂടി വിസമ്മതിച്ചാൽ ഏതുതരം നടപടിയിലേക്ക് അന്വേഷണം എങ്ങനെ നീങ്ങണമെന്നടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. ഒപ്പം തന്നെ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശത്തിൽ അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് വ്യക്തമാക്കാൻ കോടതിയിൽ കഴിയണമെങ്കിൽ അത് സാങ്കേതികമായി കൂടി അത് തെളിയിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്കൊരു സ്ഥിരീകരണം ഉണ്ടാക്കൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടി വരും. അത് ആ മറുതലത്തിൽ സംസാരിച്ച സ്ത്രീ ആരാണ് എന്ന കാര്യത്തിൽ അത് മൊഴിയിൽ അവർ അത് ഉറച്ചു നിന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ അന്വേഷണത്തിൽ ഒരു വേഗത ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ നിലവിൽ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് എന്നാണ് അന്വേഷണ സംഘവും മനസ്സിലാക്കുന്നത്. ഈ പരാതി കൊടുക്കരുത്, അല്ലെങ്കിൽ മൊഴി നൽകരുത്, ഇതിൽ ഉറച്ചു നിൽക്കരുത്, ഇതിൽ നിന്ന് പിന്മാറണമെന്നുള്ള സമ്മർദ്ദം ഈ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് മേലുണ്ട്. ഒപ്പം തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിയമ നടപടികൾക്ക് അത് സഹായിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇവരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയുമായി സംസാരിച്ചിട്ടുള്ള 4 മാധ്യമ പ്രവർത്തകരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നോട്ടീസ് നൽകും. ഈ അടുത്ത 15-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ സ്പീക്കറുടെ അടുത്തുകൂടി ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ, ഇതിനോടൊപ്പം പ്രാഥമിക വിവരങ്ങൾ സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ വിശദമായ കേസിന്റെ വിവരങ്ങളും മൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ സ്പീക്കറെ ബോധ്യപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ, അതിനെന്തെങ്കിലും തരത്തിലുള്ള വിലക്കുണ്ടാകുമോ? പക്ഷേ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസുകളോ വന്ന നിയമസഭാ സാമാജികർ പങ്കെടുത്ത ചരിത്രമുള്ളത് കൊണ്ട് തന്നെ അവിടെ രാഹുലിന് അത് തിരിച്ചടിയാകുകയില്ല എന്നൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകളിലേക്ക് മൊഴിയെടുക്കുന്നതിലെ നിയമസാധുതയെ പറ്റിയാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അത്തരം സാധ്യതകളാണ് തേടുന്നത്. മനീഷ് മൊഹിബാലാണ് വിവരങ്ങൾ നൽകിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.